എന്തായിരുന്നു വിഷയം? ദൈവത്തോടു കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ആ ദൈവത്തിന്റെ സ്വഭാവം വരുവാനായിട്ട്, അതായത് മറ്റുള്ളവർ തിരിച്ചറിയാൻ. ഏത് വാക്യമായിരുന്നു? മത്തായി സുവിശേഷം 26:73. അതിന് മുമ്പ് നമ്മൾ ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് വന്നത്. അടിമതത്തിൽ നമ്മൾ പിന്നെയും കുടുങ്ങി പോകരുത്. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യമായിട്ട് വായിച്ചത്. യെസ്. പക്ഷെ ആ വാക്യം നമ്മള് പറയുന്നതിന് മുൻപ് നമ്മൾ തുടങ്ങിയ ഒരു ഭാഗം ഉണ്ടാക്കുമെങ്കിൽ ഓർമ്മയുണ്ടോ? അത് 5-ാം അധ്യായം 1-ാം വാക്യം. യെസ്. അതായത് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 6:14. നമ്മൾ ആ ഭാഗമാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പേ. അടുത്ത തന്നെ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അടുത്തത് ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധമത്രേ, അല്ലെങ്കിൽ എതിരാണ്. ഞാനൊരിക്കൽ പറഞ്ഞു, ആരാണ് ആത്മീകൻ? ആരാത്മീകൻ? ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനെയാണ് ആത്മീകൻ എന്ന് വചനം വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ആത്മീകൻ ആരെയാണ് വിളിക്കുന്നത്? നമ്മളെ റോഹിച്ചാൻ ഞാൻ ആത്മീകനാണെന്ന് വിളിക്കുന്നു. യോഗത്തിന് വരുന്നവര്, കൈയടിക്കുന്നവര്, ഉറക്ക കൈയടിക്കുന്നവര്, ഉറക്ക പ്രാർത്ഥിക്കുന്നവര്, ഹല്ലേലൂയ പറയുന്നവരെല്ലാം നമ്മുടെ മുൻപിൽ ആരാണ്? ആത്മീകരാണ്. അതെ, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഇനി ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ആത്മാവ് വേണം. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കണം. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നത് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? വേറൊരു ഭാഗത്ത് പറയുന്നത് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ ഈ ഭാഗങ്ങൾ? നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. എനിക്ക് തോന്നുന്നത് എഫേസ്യ ലേഖനത്തിൽ നാലിന്റെ 30. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം. മുദ്രയിട്ടിരിക്കുന്നത്. 1-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യ 1:14. കണ്ടോ? വാഗ്ദത്തത്തിന്റെ പരിശുദ്ധ. അതിനെ ഈ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ഇവിടെ വന്ന് വാഗ്ദത്തം ചെയ്തിട്ട് എന്ത് ചെയ്തു? പോയി. എന്താ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം ഇല്ലേ? അല്ല, 6-ാം വാക്യം. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ വായിച്ചു നോക്കിക്കോ. 1-ാം അധ്യായം 6-ാം വാക്യമാണെന്ന് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തി. അപ്പൊ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യരെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. അപ്പൊ നോക്കിക്കേ, ഈ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്,
പുകഴ്ചയായിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി. എന്താ ഈ അച്ചാരം എന്ന് പറഞ്ഞ കേട്ടോ? അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞ കേട്ടോ? അച്ചാരം കൊടുക്കുക ഞങ്ങളുടെ അവിടെ ഒക്കെ പറയുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിക്കോ. അല്ലല്ല, അത് വേറെ. അച്ചാരം കൊടുക്കുക എന്താ ഇവിടെ നമ്മൾ വായിച്ചു നോക്കാം. പഴയ വാക്കിയിട്ട് ഒന്നിന്റെ 14 Ephesians chapter 1 verse 14. ഇൻഹെറിറ്റൻസ് അല്ലല്ലോ, അവകാശത്തിന്റെ അച്ചാരമായാണ് ഗ്യാരണ്ടി. നമ്മൾ ഈ അച്ചാരം കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഞങ്ങളോടൊക്കെ പറയുമോ ആ വാക്ക്? ഇല്ല, ഞങ്ങളോടൊക്കെ പറയും അച്ചാരം കൊടുക്കുക, അതായത് ഗ്യാരണ്ടി കൊടുക്കുക. നമ്മളെ പിന്നെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി, വേറെ ട്രാൻസ്ലേഷൻ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി അതായത് ഈ നമ്മളെ ഈ കോടതിയിലൊക്കെ ജാമ്യം എടുക്കാൻ നമ്മൾ എന്ത് കൊടുക്കണം? ഗ്യാരണ്ടി കൊടുക്കണം. പോട്ടെ, അത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. ലോൺ എടുത്തിട്ടുള്ളവർക്ക് അറിയാം. ഈ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ എന്തോ കൊടുക്കണം? ഗ്യാരണ്ടറെ കൊടുക്കണം, അല്ലേ? അതിനെന്തോ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ വസ്തു കൊടുക്കും, അല്ലേ? സ്വർണം കൊണ്ട് കൊടുക്കും. അതാണ് ഗ്യാരണ്ടറെ കൊടുക്കുക. ഗ്യാരണ്ടറെ കൊടുക്കുക. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇവരെന്ത് ചെയ്യുക? നിൽക്കുക. നമ്മൾ അടച്ചില്ലേ ആ സ്വർണം ആരെടുക്കും? അവരെടുക്കും. അങ്ങനല്ലേ ലോൺ? നമ്മള് വസ്തു വെച്ച് ലോൺ എടുത്തു, ലോൺ അടച്ചില്ല, എന്നാ ചെയ്യും? അവര് വന്നിട്ട് ആദ്യം നോട്ടീസ് കൊണ്ട് അവര് 2-3 നോട്ടീസ് അയക്കും. അതിന് നമ്മൾ കേട്ടില്ലെങ്കിൽ അവസാനം അവരുകൊണ്ട് ഭിത്തിയാലോ, നമ്മുടെ വീടിന്റെ ഭിത്തിയാലോ ആ വസ്തുവിന്റെ അവിടെ ഏതെങ്കിലും ഒരു മരത്തെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഒരു നോട്ടീസ് ഒട്ടിക്കും. അന്നേരമാണ് നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് നാട്ടുകാരെ മൊത്തം വീട് കയറി ഇറങ്ങി കാശുണ്ടോ തരാമോ എന്ന് പറഞ്ഞ് മേടിച്ച് കൊണ്ടുപോയി കുറച്ച് കാശ് അടച്ചിട്ട് ഈ നോട്ടീസ് അവിടെ എന്ത് ചെയ്യും? എടുപ്പിക്കും. ഗ്യാരണ്ടർ ഉണ്ട്. അതാ. അപ്പൊ നമ്മുടെ അവിടുത്തെ ഗ്യാരണ്ടർ ആരാ? വസ്തുവാ. ഞാൻ ഈ പൈസ തിരിച്ചടച്ചോളാം, എനിക്ക് ഗ്യാരണ്ടിയാ, ഈ വസ്തു നിങ്ങൾ കയ്യില് വെച്ചോ. നോക്കിക്കേ, പരിശുദ്ധാത്മാവിനെ ഗ്യാരണ്ടിയായി നിർത്തിയിരിക്കുക നമ്മളെ. ശ്രദ്ധിക്കണം, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ. അപ്പൊ നമ്മുടെ അച്ചാരം ആരാണ്? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവ്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാം. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമുക്ക് തന്നേക്കുന്നത്? പരിശുദ്ധാത്മാ നമുക്കറിയാം. മോശ, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് മോശ ആർക്ക് നിഴല? പോട്ടെ, അതും പോട്ടെ, നിങ്ങൾക്ക് അതറിയത്തില്ലെങ്കിൽ അബ്രഹാം തന്റെ വീട്ടിലെ സൂപ്പർവൈസറായിരുന്ന ആരെയാ വിട്ടെ? എലെയാസറിനെ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി വിട്ടു. അല്ലെങ്കിൽ പ്രത്യേക ഒരു കാര്യം ചെയ്യാൻ. എന്താ ചെയ്യാനാ വിട്ടെ? തന്റെ മകനായ ഇസഹാക്കിന് ഒരു മകനെ എന്ത് ചെയ്യണം? ഒരു മകളെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ തനിക്കൊരു മരുമകളെ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ എലയാസർ എന്ത് ചെയ്തു? പോയി. എലയാസർ പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, അബ്രഹാം പിതാവായ ദൈവത്തിന് നിഴൽ. അടുത്തത് ഇസഹാക്ക് യേശു കർത്താവിന് നിഴൽ. എലയാസർ പരിശുദ്ധാത്മാവിന് നിഴൽ. ഈ പരിശുദ്ധാത്മാവിന് നിഴലായിരിക്കുന്ന എലയാസർ ചെന്നിട്ട് റിബേക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, ഈ അവിടെ ഈ അബ്രഹാം ഈ എലയാസറിനെ അയക്കുന്ന, നമ്മളിവിടെ പഠിച്ചതാണ് ഒത്തിരി നാളുകൾക്ക് മുമ്പ്. അയക്കുന്ന സമയത്ത് ഈ എലയാസർ അബ്രഹാമിനോട് ചോദ്യം ചോദിച്ചു. നിങ്ങൾക്കറിയോ എന്താ ചോദിച്ചേ?
മറുപടി ഇതിന് വേഗം എടുത്ത് ഉൽപ്പത്തി പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കോ നിങ്ങൾ. അല്ല, എലയാസ അബ്രഹാമിനൊരു ചോദ്യം ചോദിച്ചു. എടുത്തോ ആ ഭാഗം നിങ്ങൾ ആരെങ്കിലും ഉൽപ്പത്തി പുസ്തകം. നാലാം അധ്യായം അതിന്റെ 6-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചേ. അല്ല, 4-ാം വാക്യം തൊട്ട് 4-ാം വാക്യം തൊട്ട്. നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ, ചുറ്റുപാടുന്ന കനാനിന്റെ കന്യമാരിൽ നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ, എന്റെ ദേശത്ത് എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യ എടുക്കുന്ന സ്വർഗത്തിനും ഭൂമിക്ക് ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. ദാസൻ അവനോട്, പക്ഷെ സ്ത്രീക്ക് എന്നോട് കൂടി ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സിലാവും. ഒരു ചോദ്യം വേണ്ടിയിട്ടില്ലേ അവിടെ ഉണ്ടോ നിങ്ങളുടെ ബൈബിളില്? ചോദിക്കുക, ഈ ദാസൻ അല്ലെങ്കിൽ ആരാ? എലയാസർ ചോദിക്കുക, എന്താ ചോദിച്ചേ? പക്ഷേ സ്ത്രീക്ക് എന്റെ കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വായിച്ചേ. നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ട് പോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാമിനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടെ മടക്കിക്കൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. എന്റെ പിതൃഭവനത്തിലും ജന്മദേശത്തും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകനെ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്നെ ദൂതനെ അയക്കും. എന്നാൽ സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാൻ മാത്രം അരുത്. മതി. ശ്രദ്ധിച്ചേ, ഈ റിബേക്ക ഇന്നത്തെ ദൈവസഭയ്ക്ക് നിഴല. ശ്രദ്ധിച്ചേ, അബ്രഹാം ആർക്ക് നിഴല? അല്ല, പിതാവായ ദൈവത്തിന്. ഇസഹാക്ക് യേശു ക്രിസ്തുവിന് നിഴല്. എലയാസർ പരിശുദ്ധാത്മാവിന് നിഴല്. അടുത്തത് റിബേക്ക ദൈവസഭയ്ക്ക് നിഴല്. ശ്രദ്ധിക്കണം, ഇവിടെ ജനങ്ങളോട് ചോദിച്ചത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ എലയാസർ ചോദിക്കുക, നീ പറയുന്നതൊക്കെ കേട്ട് പെണ്ണിനെ അന്വേഷിച്ച് പോവാ. അവിടെ ചെന്ന് പെണ്ണിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോ പെണ്ണ് പറയുക, ഞാൻ നിന്റെ കൂടെ എന്ത് ചെയ്യുന്നില്ല, വരത്തില്ല. അപ്പം ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യമം അല്ലെങ്കിൽ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇസഹാക്കിന് ഒരു കല്യാണം എന്ത് ചെയ്യണം, നടത്തണം. അപ്പൊ ഇവൻ ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെ അവർക്ക് എന്റെ കൂടെ വരാൻ മനസ്സില്ലെങ്കിൽ നിന്റെ മകനെ ഞാൻ എന്ത് ചെയ്യണം, അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. എങ്ങോട്ട്? വിട്ടുപോകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അബ്രഹാം എന്നാ പറഞ്ഞേ? അടുത്ത വാക്യം നിങ്ങൾ വായിച്ച. അബ്രഹാം എന്നാ പറഞ്ഞേ? അബ്രഹാം അവനോട് പറഞ്ഞു, പെണ്ണ് വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിൽ എന്റെ മകനെ നീ മടക്കിക്കൊണ്ട് പോകാതിരിക്കാൻ നീ സൂക്ഷിച്ചോടോ എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്തോ മനസ്സിലായത് നിങ്ങൾക്ക്? അങ്ങോട്ട് കൊണ്ടുപോകാനാണോ ഇങ്ങോട്ട് കൊണ്ടുപോകാനാണോ? കാരണം എലയാസർ എന്നാ ചോദിച്ചേ? അത് വായിക്കുന്നത് ക്ലിയർ ആവും. എലയാസർ എന്നാ ചോദിച്ചേ? ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ സ്ത്രീക്ക് എന്നോട് കൂടെ അബ്രഹാമിന്റെ വീട്ടിലോട്ട് വരാൻ മനസ്സില്ല. അപ്പൊ അബ്രഹാം ഇപ്പൊ എവിടാ? കനാൻ ദേശത്ത്. യെസ്, അബ്രഹാം അവിടുന്ന് പോന്നു. എവിടുന്ന്? ജന്മദേശത്ത് അവൻ എന്ത് ചെയ്തു? 12-ാം അധ്യായത്തിൽ പുള്ളി അവിടുന്ന് എന്ത് ചെയ്തു? പുറപ്പെട്ടു. 12-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നു. ദൈവമായ യഹോവ എന്നോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുക. പുള്ളി പുറപ്പെട്ടു പോയി. ഇങ്ങനെ പോകുന്ന സമയത്താണ് എലയാസർ സൂപ്പർവൈസറായിട്ട് കാര്യസ്ഥരായിട്ട് വീട്ടിലുണ്ടാകുന്നത്. ഈ എലയാസറിനെ അവിടോട്ട് വിട്ടിട്ട് പറഞ്ഞു, നീ അവിടെ തോരണത്തിന് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. മനസ്സിലായോ? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ചോര് വായിച്ചു നോക്കിക്കും. എലയാസർ ചോദിച്ചു,
ഇനി ആ പെങ്കൊച്ച് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നിന്റെ മോനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകണം, അവിടെ കൊണ്ടുപോയി കല്യാണമൊക്കെ നടത്തി നമുക്ക് അവിടെ അങ്ങ് കൂട്ടിയാലോ, കാരണം കാശൊക്കെ ഉള്ള വീടല്ലേ, നമുക്ക് അവിടെ അങ്ങ് കൂടിയാലോ. അബ്രഹാം പറഞ്ഞു പോലെ ആ പരിപാടി എത്തിയിട്ടില്ല, നടക്കത്തില്ല, വിട്ടതാ. ഞാന് ചുമ്മാ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ഇറങ്ങി ചാടി പുറപ്പെട്ടു ഒന്നും അല്ല. എന്നോട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആലോചന കേട്ട് ഞാൻ എന്ത് ചെയ്തതാ, ഇറങ്ങിയതാ. അതുകൊണ്ട് അവള് വന്നില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, എന്റെ ചെറുക്കനെ നീ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് കൊണ്ടുപോയി ആ വിഗ്രഹങ്ങളുടെ ഇടയ്ക്ക് കൊണ്ട് എന്ത് ചെയ്യരുത്, ഇടരുത്. നോക്കിക്കേ, അബ്രഹാമിന്റെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. നിങ്ങൾ ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇസഹാക്ക് കുറഞ്ഞ പുള്ളിയൊന്നും അല്ല, അബ്രഹാമിനുള്ള സകലത്തിന്റെ അവകാശിയാണ് ആര്, ഇസഹാക്ക്. കാരണം ഈ അബ്രഹാമിന് ഇടയ്ക്ക് ഒരു ചെറിയ തെറ്റൊക്കെ പറ്റി, ഇച്ചിരി പുള്ളി ഇടയ്ക്ക് വിളച്ചിലൊക്കെ കാണിച്ച് ഒരു കൊച്ചൊക്കെ ഉണ്ടായെങ്കിലും അതിന് കൊടുക്കാനുള്ളതൊക്കെ കുറച്ച് ദൂരോട്ട് എന്ത് ചെയ്തു, പറഞ്ഞു വിട്ടു. നിങ്ങൾ വായിച്ചിട്ടില്ലേ, ദൂരോട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. കാരണം ഈ ദാസിയുടെ പോലും ഈ വാഗ്ദത്ത സന്തതികളെ ഇവിടെ കിടന്ന് എന്ത് ചെയ്യരുത്, വഴക്കുണ്ടാക്കി അടിച്ചു പിരിയരുത്. അതുകൊണ്ട് അബ്രഹാം ബുദ്ധിയോട് എന്ത് ചെയ്തു, വാഗ്ദത്ത സന്തതിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അവകാശവും അധികാരവും എല്ലാം കൊടുത്തപ്പോഴാണ് അവന് മനസ്സിലായി ഇനി ഇവരെന്തു വേണം, ഒരു കന്യക വേണം, ഒരു മണവാട്ടിയെ വേണം. ഇനി ഞാൻ പറയാൻ പറഞ്ഞത് ഇസഹാക്കിന്റെ ചിന്താഗതിയും കൂടെ നമ്മൾ നോക്കണം. ഇസഹാക്കിന് വേണമെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും ഒരു പെണ്ണിനെ എന്ത് ചെയ്യാം, എടുക്കാം. ഇനി ഏത് പെൺകൊച്ചും അവനെ ഇഷ്ടപ്പെടും. ഇനി അവന് സൗന്ദര്യം ഒന്നും എനിക്കറിയുന്ന സൗന്ദര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും കുറയാൻ വഴിയില്ല. ഇവൻ ഇനി സൗന്ദര്യം കുറവാണെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പാർട്ടിയാണ്. ഏത് ദേശത്തും ഈ ഇവര് യാത്ര ചെയ്ത് വന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് അല്ലേ. കാരണം കർത്താവ് സ്വർഗ്ഗത്തിലെ ദൈവം എന്നാ പറഞ്ഞ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. അപ്പൊ ഇവർ ഒത്തിരി ദേശത്തൂടെ ആരും ഇവർ എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്ത് വന്നത്. ഈ വന്ന ദേശത്തൊക്കെ ഒത്തിരി സുന്ദരി പെൺപിള്ളാരുണ്ട്. വേണമെങ്കിൽ 2-3 ഗേൾ ഫ്രണ്ട്സിനെ ഒക്കെ ഇവൻ എന്ത് ചെയ്യായിരുന്നു, കൂടെ കൂട്ടായിരുന്നു. പോരെ, എന്റെ കൂടെ പോരെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരായിരുന്നു. പക്ഷെ ഇതൊന്നും ഇസഹാക്ക് എന്ത് ചെയ്തില്ല. ഇസഹാക്കിനറിയാം എനിക്ക് വേണ്ടി ഒരു കന്യകയെ, ഒരു മണവാട്ടിയെ അപ്പൻ എന്ത് ചെയ്യും, ഒരുക്കും. ശ്രദ്ധിക്കണം, അതാണ് മണവാട്ടി സഭ. മനസ്സിലായോ? ഇവിടെ ഈ ബിലയാമ പരിശുദ്ധ. ഇപ്പൊ നമ്മള് അബ്രഹാമിന്റെ കാര്യം പറഞ്ഞ, അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു, അബ്രഹാമിനെ ദൈവം ഇസ്രായേലാക്കിയില്ലോ. അതായത് ഇപ്പൊ ഈ അബ്രഹാമിനെ ഇസ്രായേൽ എന്ന് വിളിച്ചില്ല, യാക്കോബിനെ വിളിച്ചു. ഞാൻ ചോദിക്കുന്നത് ഈ മണവാട്ടിയെ എടുത്ത സമയത്ത് അപ്പൊ അബ്രഹാം അപ്പൊ ദൈവജനം, അതായത് ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരാളല്ലയോ? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ജാതിയിൽ നിന്ന് തന്നെ ദൈവം എടുത്തേക്കുന്നത്, ഈ പെണ്ണിനെ എടുത്തേക്കുന്നത്. ജാതിയിൽ നിന്ന് എടുത്ത് എങ്ങോട്ട് കൊണ്ടുവരാനാ പറഞ്ഞത്, വീട്ടിലോട്ട് കൊണ്ടുവരാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കും, ജാതിയിൽ നിന്ന് തന്നെ ഇത് എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? സ്വന്തം ജനത്തിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്. ബാക്കിയെല്ലാം ജാതികളാ. ഇവര് പോയതെല്ലാം എവിടെ വഴിയാ, ജാതികളുടെ ഇടയ്ക്കൂടാ പോകുന്നത്. ഞാൻ അതായി പറഞ്ഞു വന്നത്, ഇസഹാക്കിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു. അല്ലെ അബ്രഹാം, ഞാൻ ചോദിക്കട്ടെ, ഈ അബ്രഹാം മാത്രമേ ഉള്ളായിരുന്നു പണക്കാരൻ? ഇവര് വന്ന ദേശത്തും ജാതികളുടെ ഇടയ്ക്ക് ഇഷ്ടം പോലെ പണക്കാരില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഞാൻ അതിന് ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഈ യാക്കോബ് പോയി, യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ പോയി പാർത്ത സ്ഥലത്ത് ദീന ഒരു ദിവസം നടക്കാൻ കൂട്ടുകാരികളുടെ കൂടെ പോയൊരു കഥ, ഒരു ചരിത്രം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിലാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഈ ദീനയെ ഒരുത്തൻ വഷളാക്കി ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അല്ല, പേരല്ല, ഈ വഷളാക്കിയവന് ഒരു വലിയ പ്രഭുവിന്റെ മോനെ, അല്ലേ?
അതിന്റെ അർത്ഥം തന്നെ അവിടെ പ്രഭുക്കന്മാർ ഇഷ്ടം പോലെ അന്ന് ഉണ്ട്. ഇസഹാക്കിന് വേണമെങ്കിൽ അല്ലെങ്കിൽ അബ്രഹാമിന് ചിന്തിക്കായിരുന്നു, എടാ ഈ പ്രഭു എന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പ്രഭുക്കന്മാരിൽ ആരുടെയെങ്കിലും ഒരു മോളെ എന്ത് ചെയ്യാം, എന്റെ മകന് വേണ്ടി എടുക്കാമെന്ന് വേണമെങ്കിൽ ഇസഹാക്കിന് അല്ല അബ്രഹാമിനും ഇസഹാക്കിനും എന്ത് ചെയ്യായിരുന്നു, ചിന്തിക്കായിരുന്നു, അവർക്കത് ചെയ്യായിരുന്നു. പക്ഷേ അബ്രഹാം ചെയ്ത എന്താണെന്നറിയാമോ, എന്റെ ദേശത്ത് എന്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരുത്തിയെ മാത്രം എന്ത് ചെയ്താൽ മതി, എടുത്ത ജാതികളുടെ ഇടയിലേക്ക് ഇവർ എന്ത് ചെയ്യരുത്. ഇനി ഇതിനകത്ത് ഞാൻ അല്പം കൂടെ ഒന്ന് ഡീപ്പായിട്ട് പറയട്ടെ നിങ്ങളോട്. ഈ അബ്രഹാമിന്റെ കാഴ്ചപ്പാട് ഭയങ്കരമാണ്. കാരണം ഞാൻ പറയാം, ഈ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം, ജാതികളിൽ നിന്ന് ഒരു പെൺകൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ അവൾ ആരുടെ മരുമകളായി, അബ്രഹാമിന്റെ മരുമകളായി. അപ്പൊ അവളും അവിടെ കുടുംബം എല്ലാം എങ്ങോട്ട് വരും, അബ്രഹാമിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് എന്ത് ചെയ്യാം, വരും. നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷെ അബ്രഹാം നേരെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചത്. ബൈബിൾ എഴുതിയിട്ടില്ല. പക്ഷേ ഈ അബ്രഹാമിന്റെ കാഴ്ചപ്പാട് ഭയങ്കരമായിരുന്നു ഞാൻ പറയാൻ കാരണം, അബ്രഹാം ചിന്തിച്ചപ്പോഴേ ഈ ജാതികളിൽ നിന്ന് ഒരു പ്രഭുവിന്റെ മോളെ പിടിച്ചെന്ത് ചെയ്തു, മരുമകളാക്കിയത് കൂട്ടിക്കോ. അവൾ ഒരാഴ്ച കഴിഞ്ഞോ പറയുക, അടുത്ത ആഴ്ച എന്റെ വീട്ടില് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ എന്തുണ്ട്, ഉത്സവമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ, ഉത്സവമുണ്ട്. അതുകൊണ്ട് അച്ഛാ നമുക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ ഉത്സവം, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ, ആദ്യത്തെ ഉത്സവമാണ്. നമുക്ക് എന്തോ ചെയ്യണം, നമ്മളാണ് അവിടുത്തെ ഹൈലൈറ്റ്സ്. കാരണം കല്യാണം കഴിഞ്ഞ് പപ്പ നടത്തുന്ന ആദ്യത്തെ ഉത്സവം നമുക്ക് എന്ത് ചെയ്യണം, പോണം. ന്യായമായിട്ട് ഇസഹാക്ക് എന്ന് ആരോട് പറയും, അബ്രഹാമിനോട് പറയും, പപ്പ ഇതുപോലെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് അവിടുത്തെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യണം, പോയേ പറ്റും. ഉടനെ അബ്രഹാം പറയും, പോലെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്. കാരണം നമ്മളെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്, നമ്മളെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നെ ഇറക്കി പുറപ്പെട്ട ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് മോൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യരുത്, പോകരുത്. ഇവൻ ഓടി എവിടെ ചെല്ലും, ഇവൻ ഓടി എവിടെ ചെല്ലും, ഭാര്യയിൽ ചെന്നിട്ട് പറയും. ന്യായമായിട്ട് അവൻ ചെന്നിട്ട് പറയും, എടി പപ്പ പറഞ്ഞു നമുക്ക് പരിപാടിക്ക് എന്ത് ചെയ്യണ്ട, പോകണ്ട. കാരണം പപ്പ കണ്ടിറങ്ങിയ ഒരു ദൈവം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അടുത്ത എന്നാ സംഭവിക്കുന്നത്, അടുത്ത റോഡി എന്നാ സംഭവിക്കുന്നത്, അവരോട് എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ അവള് നേരെ തിരിയും. പിന്നിലെ സാൻഡ്വിച്ചിനകത്ത് വെച്ച ടൂണമയോ പോലെ അവന്റെ കാര്യം. ഇവൻ അങ്ങോട്ടും ചെല്ലാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും ചെല്ലാൻ പറ്റത്തില്ല. അവസാനം ഇവൻ അപ്പനുമായിട്ട് എന്ത് ചെയ്യും, തെറ്റും. അവൻ പറയും, എനിക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, പപ്പ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിച്ചു നോക്കിയേ. അപ്പനെ അമ്മയും വിട്ട് എന്താ പപ്പ വായിച്ചു നോക്ക്. അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്. ഞാൻ ഭാര്യയോട് എന്ത് ചെയ്തു, പറ്റിച്ചേർന്ന്. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ആഴ്ച എവിടെ പോവാ, ആ ഉത്സവത്തിന് പോവാ. ഇതാർക്കറിയായിരുന്നു, അബ്രഹാമിനെ അറിയായിരുന്നു. മനസ്സിലായോ? അതാ പറഞ്ഞ അബ്രഹാമിന്റെ കാഴ്ച. നമുക്ക് ഈ കാഴ്ചപ്പാട് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അബ്രഹാം നേരെ ചിന്തിച്ച് ചെയ്താ. അബ്രഹാം പറഞ്ഞു, യവനെ അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. കാരണം ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഞാൻ വിട്ടേച്ചു പോകുന്ന ഒരു വീടാണ്. അവിടുത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാം. അവിടുന്ന് ഒരെണ്ണത്തിലേക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നമുക്കിപ്പോ എന്ത് ചെയ്യണം, രക്ഷപ്പെടും. അതാണ് അബ്രഹാമിന്റെ കാഴ്ചപ്പാട്. മനസ്സിലായോ ഞാൻ പറഞ്ഞു? അബ്രഹാം പറയുക,
ഇവനെ നീ അങ്ങോട്ട് യാതൊരു കാരണം അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ വിലയാൻ ചോദിച്ചു, ഈ അവൾ ഇങ്ങോട്ട് വരാൻ വരുന്നില്ലെങ്കിൽ നിന്റെ മകനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണോ? അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? അബ്രഹാമിനോട് പറഞ്ഞത് എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാതെ സൂക്ഷിച്ചു കൊടുക്കുക. അടുത്തത് ജന്മദേശത്ത് എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകൻ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തന്നെ ദൂതനെ അയക്കും. മതി. കണ്ടോ അബ്രഹാമിന്റെ ഉറപ്പ് കണ്ടോ? അബ്രഹാം ഒരു വഴിവ പരുവത്തിൽ നിന്നതേ ഒന്ന് ചിന്തിച്ചു നോക്കിയാ നിങ്ങൾ. അബ്രഹാം പറയുവാ, ഇപ്പൊ മോന് അവിടുത്തെ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ചോദിച്ചോ. നമ്മളായിരുന്നെങ്കിൽ ഇങ്ങനെ വഴിവ പരുവം എന്ന് പറഞ്ഞാൽ അറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി നിൽക്കും നമ്മള്. എന്നാ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാം. എന്നൊക്കെ പറഞ്ഞ് നിന്നേനെ. പക്ഷെ അബ്രഹാം നിന്നില്ല. അബ്രഹാം ഉടനെ മറുപടി കൊടുത്തു. ഉടനെ എന്താ മറുപടി കൊടുത്തേ? അല്ല, അതിനു മുമ്പ് എന്നാ പറഞ്ഞേ? അത് പറയുന്നതിന് മുമ്പേ എന്നെ കൊണ്ടുവന്നവരും അല്ല, അതിനു മുമ്പ് എന്താ പറഞ്ഞേ? എന്റെ പിതൃഭവനത്തിൽ നിന്നും അല്ല, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ട് പോകാതിരിപ്പാൻ നീ വളരെ കെയർഫുൾ ആയിരിക്കണം. കണ്ടോ? എലയാസറിനോട് പറയുക, നീ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നീ സൂക്ഷിച്ചുകൊള്ളുക. പെണ്ണ് വന്നില്ലെങ്കിൽ എന്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാൻ നീ എന്തോ ഇതോണം, വളരെ കെയർഫുൾ ആയിരിക്കണം. കണ്ടോ? ഇനി ഇത്രയും കെയർഫുൾ ആയിരിക്കണമെന്ന് ഉറപ്പോടെ അബ്രഹാം പറഞ്ഞിട്ട് അടുത്ത് എന്നാ പറഞ്ഞത്? എന്നെ എന്റെ ജന്മദേശത്ത് നിന്ന് എന്റെ പിതൃഭവനത്തിൽ നിന്നൊക്കെ ഇറക്കി ഈ വാഗ്ദത്ത ദേശം തരാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ദൈവം നിനക്ക് മുമ്പായിട്ട് എന്റെ മകനൊരു പെങ്കൊച്ചിനെ ലഭിക്കാൻ വേണ്ടി ദൂതനെ എന്ത് ചെയ്യും? അയക്കും. എനിക്കത് ഉറപ്പുണ്ട്. അബ്രഹാം പറയാം, എനിക്കത് ഉറപ്പുണ്ട്. പക്ഷെ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവള് വന്നില്ല, ഇവരെ അങ്ങോട്ട് നീ എന്ത് ചെയ്യരുത്, കൊണ്ടുപോകരുത്. നീ തിരിച്ച് കൊണ്ടുപോകുന്നേച്ചാ മതി. ഞാൻ ബാക്കി കാര്യം എന്ത് ചെയ്തോളാം. നോക്കിക്കേ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഇത് ഈ ഭാഗം എടുത്തുകൊണ്ട് എനിക്ക് ഭാഗം ഒന്ന് പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? നമ്മൾ വായിച്ച ഏത് ഭാഗമായിരുന്നു നമ്മൾ വായിച്ചേ? എഫേസ്യ ലേഖനത്തിൽ നമ്മൾ എന്താ വായിച്ചത്? 1-ാം അധ്യായം 14-ാം വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. അപ്പൊ നോക്കിക്കേ, ഈ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടപ്പെട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടോ നമ്മള്? എന്തിനു വേണ്ടി ഇവിടെ മുദ്രയിട്ടിരിക്കുന്നത്? നിങ്ങൾ ഇംഗ്ലീഷ് നോക്കിക്കോ. എന്തിനാ നമ്മളെ മുദ്രയിട്ടേക്കുന്നത്? മുദ്രയിടുക എന്ന് പറഞ്ഞാൽ എന്നാ? മുമ്പത്തെ വാക്യം അവസാനത്തെ redemption. Sealed with the Holy Spirit of promise. നമ്മളെ ഈ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്തിനാ സീൽ ചെയ്തേക്കുന്നത്? രണ്ട് വാക്യങ്ങൾ വായിച്ചു നോക്കി. എന്തിനാ മക്കളെ? നിങ്ങൾ പെട്ടെന്ന് വായിച്ചു നോക്കി. രണ്ട് വാക്യം ഒന്ന് വായിച്ചു നോക്കി. നമ്മുടെ ഇൻഹെറിറ്റൻസിന് വേണ്ടി റിഡംഷൻ ആണ്. Until the redemption of those who are God's possession. വായിച്ചോ? മനസ്സിലായോ? God's possession. അതല്ല ഞാൻ ചോദിച്ചേ. എന്തിനാ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്? സീൽ ചെയ്തേക്കുന്നത് എന്തിനാ?
ആ തന്റെ സ്വന്തം ജനത്തിന്റെ അടുത്ത വീണ്ടെടുപ്പിന് വേണ്ടി റിഡംഷൻ. നമുക്കൊരു അവകാശം വെച്ചിട്ടുണ്ട്, ഇൻഹെറിറ്റൻസ്. ഇവിടെ ആരായിരുന്നു പറഞ്ഞത്? ഉട്ടുസല പറഞ്ഞത് ഒരു ഇൻഹെറിറ്റൻസ് നമുക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു അവകാശം. ഞാനിവിടെ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ആ വാക്കിന് ഉള്ള അതിന്റെ പ്രത്യേകത എന്നാ? ആ അവകാശത്തിന്റെ പ്രത്യേകത എന്നാന്നറിയോ? പറഞ്ഞു ആ ഇത് വേറെ ആർക്കും എന്ത് ചെയ്യത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ഇത് അപ്പൻ നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ അപ്പൻ നമുക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്തിരിക്കുക, വെച്ചിരിക്കുക. ഇത് വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല, കൊടുക്കത്തുമില്ല. അപ്പം ഈ അവകാശം പ്രാപിപ്പാൻ നാം ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലണം. നാം ഇവിടുന്ന് വീണ്ടെടുക്കപ്പെടണം. ഇവിടുന്ന് നമ്മൾ ഇവിടെ നിന്ന് ആ പോകാൻ വേണ്ടിയുള്ള പോകുമെന്നുള്ളതിന്റെ ഗ്യാരണ്ടിയാണ് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ എന്താ ചെയ്തിരിക്കുന്നത്, മുദ്രയിട്ടേക്കുന്നത്. മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടില്ലെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടോ? ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നതാണ്. ആണേ, നിങ്ങൾക്കെല്ലാം വായിക്കാൻ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ലാംഗ്വേജ് നിങ്ങളുടെ ഈ ബൈബിളുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അന്യഭാഷ പറഞ്ഞോന്നല്ല ഞാൻ ഈ ചോദിച്ചത് പറയുന്നത്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നമ്മൾ പഠിച്ചതാണ്, ജഡത്തിന്റെ അഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധമാണ്. അപ്പം ആത്മാവിനെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നടക്കണം. ദൈവത്തിൽ നമ്മൾ വായിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങളിൽ എന്ത് ചെയ്യത്തില്ല, നിവർത്തിക്കയില്ല, അല്ലെങ്കിൽ വരത്തില്ല. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ജഡത്തിന്റെ മോഹം നമ്മളിൽ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. മക്കളെ അടങ്ങിയിരിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, ഞാൻ കൈകാര്യം ചെയ്തു അവരോട് ഇരുന്നോളാം. ഇവിടെ പറയുകയാണ്, പരിശുദ്ധ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക, മുദ്രയിട്ടിരിക്കുക വീണ്ടെടുപ്പ് നാളിലേക്ക്. അപ്പൊ ഈ മുദ്രയിടപ്പെട്ടവർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവര് മാത്രമേ കാഹളം കേൾക്കത്തുള്ളൂ. അതതിനകത്ത് കുഴപ്പം. നമ്മളെല്ലാം പറയും ഞങ്ങളെല്ലാം കാഹളം കേൾക്കും, കാഹളം ധ്വനിക്കും, ഞങ്ങളെല്ലാം എന്ത് ചെയ്യും, പോവും. അത് നമ്മുടെ ആഗ്രഹം, നല്ല കാര്യമാണ്. അപ്പൊ ആഗ്രഹിക്കുന്നത് നമുക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ മുദ്രയിടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ ഈ മുദ്രയിടപ്പെട്ടിട്ടില്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ, ഈ കാഹളം ധ്വനിക്കുമ്പോൾ ഈ കണക്ഷൻ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. ഞാൻ മനസ്സിലായോ? ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞതാ, ഇവിടെ നമുക്ക് പിന്നെ വോഡഫോണിന്റെ ഇത് കിട്ടും, എന്തുവാ, സിം. വോഡഫോണിന്റെ സിം തന്നിട്ട് അവരൊരു നമ്പർ എന്ത് ചെയ്യും, തരും. ഇപ്പൊ ഡ്യുവൽ സിം ഒക്കെ ഇടാവുന്ന മൊബൈൽ നമ്മുടെ ഉണ്ട്. നമ്മള് 3Gയുടെ ഒരു സിം എന്ത് ചെയ്തു, അതിനകത്ത് ഇട്ടു. ഞാന് ഇപ്പൊ ഇത് റോഹിച്ചാന്റെ കയ്യിലിരിക്കുക, വോഡഫോണിന്റെ ഉണ്ട്, 3Gയുടെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് 3Gയുടെ നമ്പറിൽ അങ്ങോട്ട് വിളിക്കുക, ഏതിലേ കിട്ടത്തുള്ളൂ, 3 കിട്ടത്തുള്ളൂ. ചോദിച്ചാൽ പറയും, ഇതെന്താ ഈ വോഡഫോണിൽ ഇത് കിട്ടാത്ത? ഇത് രണ്ടും ഞാൻ ഇട്ടത് എവിടാ, ഒരു ഫോണിനകത്തല്ലേ ഇട്ടത്. പറഞ്ഞത് മനസ്സിലായോ? ചോദിച്ചാൽ പറയും, ഇതെന്തുകൊണ്ട് കിട്ടിയില്ല? ചോദിച്ചാൽ ഈ സാധനമായിട്ട് നേരെ ഫോൺ മേടിച്ച കടയിൽ ചെന്നു.
അവരോട് പറഞ്ഞു, ഞാൻ 2 സിം ഇതിനകത്ത് ഇട്ടു, നിങ്ങളുടെ കടയിൽ നിന്ന് മേടിച്ച ഫോണാ കണ്ട് അപ്പുറം ഇപ്പുറമായി ഈ സിം കിടക്കുന്നത്. പക്ഷേ സ്ത്രീയുടെ നമ്പറിൽ വിളിച്ചിട്ട് എന്താ ഈ വോഡോഫോണിൽ കിട്ടാത്ത? അവരെന്നാ പറയും? എന്താ പറയുന്നത് വെച്ചാൽ അവര് പറയും, സ്ത്രീയുടെ നമ്പറിൽ വിളിച്ചാൽ ഏതിലേ കിട്ടത്തുള്ളൂ, സ്ത്രീയിലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഫോണൊക്കെ ഒന്നിലാണ് ഇട്ടേക്കുന്നതെങ്കിലും സംഭവം ഏതാ സിം ഇരിക്കുന്നത്? സ്ത്രീയുടെ ആണെങ്കിൽ കിട്ടും, ഇല്ലേ കിട്ടത്തില്ല. 2 കമ്പനിയായത്. അപ്പൊ നോക്കി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഈ കാഹളം തൊലിക്കുമ്പോ ഈ കണക്ഷൻ എന്ത് ചെയ്യത്തില്ല. കണക്ഷൻ കട്ടായാലെന്തോ സംഭവിക്കും? പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെടാതിരുന്നാൽ കാഹളം തൊലിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് കൈയടിച്ചതും നമ്മൾ ഇവിടെ ഞാൻ ആത്മീയനാണെന്ന് പറഞ്ഞത് ഒന്നും കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ചോദ്യം, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഈ ഇലക്ഷൻ നടന്നു നമ്മുടെ നാട്ടില്. ഈ ഇലക്ഷൻ നടന്ന സമയത്ത് ബെസുമന്റെ ഇതേതാ വില്ലേജ് ഏതാ? റാന്നി. അപ്പൊ അടുത്ത സ്കൂളിൽ ഇലക്ഷൻ ചെന്നു. ബെസുവർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന വീട്ടുകാരന് ചിറ്റേട്ട് ഇന്ന ആളിന്റെ മോനാണ്, ഞാൻ വോട്ട് ചെയ്യാൻ വന്നതാണ്. അവര് പറയും ആധാർ കാർഡ് അല്ലേ, ഇപ്പൊ ആധാർ കാർഡ് അല്ലേ കാണിക്കാൻ പറ്റും, തിരിച്ചറിയൽ കാർഡ്, ഇലക്ഷൻ കാർഡ്. ബേസോറ് അറിയാം അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഈ വില്ലേജിലുള്ള ആളാണ്, എന്റെ ഗ്രാമപഞ്ചായത്ത് ഇന്നതാ, എനിക്ക് വോട്ട് ചെയ്യണം. അവരെന്നാ പറയും? നിങ്ങളുടെ സ്കൂളിന്റെ ഉദാഹരണം പറയും, ബേസ്മോന്റെ വീട് സ്കൂളിന്റെ തൊട്ട് പുറകിലാണ് കുട്ടിക്കും. ബേസ്മോൻ എന്റെ വീട് തോണ്ടല്ല, അതാ എന്റെ വീടിന്റെ മുമ്പിലാണ് നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നത്, ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കിവിടെ വോട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അവര് പറയും നടക്കത്തില്ല, നിങ്ങളുടെ വീട് അതല്ല, ഈ സ്കൂളിൽ തന്നെ നിങ്ങൾ താമസിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ എന്തോ കാണിയില്ലേ, ഐഡി കാണിയില്ലേ, നിങ്ങള് വോട്ട് ചെയ്യാൻ നിങ്ങൾ യോഗ്യനാണെന്നുള്ളതിന്റെ ഐഡി കാണിയില്ല ആദ്യം. അവര് പറയും ഓക്കെ നിങ്ങൾക്ക് ഐഡി ഇല്ല, ഞങ്ങൾ ഇതൊന്ന് പരിശോധിക്കട്ടെ. അവർ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യുമ്പോ പപ്പാടെ ഉണ്ട്, മമ്മിയുടെ ഉണ്ട്, പെങ്ങടെ ഉണ്ട്, പിന്നെ ആരുടെ ഇല്ല. അവര് പറയും വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങളുടെ പേര് എന്ത് ചെയ്തിട്ടില്ല, ഇല്ല. നമ്മുടെ നാട്ടിൽ കണ്ടില്ല, പലരും നിരാശയോട് എന്ത് ചെയ്യും, വോട്ട് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോകും. നമ്മൾ വായിക്കും അല്ലേ? ഇവിടെ നടന്ന വോട്ടിനകത്ത് ബോറിസ് ജോൺസൺ ഇവിടുത്തെ വോട്ടേഴ്സ് ഐ ഡി ഇല്ലാതെ തിരിച്ചു പോയി. ഇവിടെ ആയോണ്ട് നടന്നു, അല്ല ഇവിടെ ആയോണ്ട് പുള്ളി തിരിച്ചു പോയി. ബൂത്ത് പോലും ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി നിങ്ങളെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുക, മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന അച്ചാരത്തെ എന്ത് ചെയ്തിരിക്കുക, നൽകിയിരിക്കുക. നിങ്ങൾ ഒരു വാക്യം കൂടെ വായിച്ചോ, 4-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നമ്മൾ വായിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, മുദ്രയിട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടും അടുത്തത്
ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 1-22 വാക്യം. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ നമ്മെ മുദ്രയിട്ടു ആത്മാവിന്റെ അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അത് നോക്കിയേ. അപ്പൊ ഇവിടെ എല്ലാം അച്ചാരം, ഗ്യാരണ്ടർ എന്ത് ചെയ്തിരിക്കുക? നമ്മെ മുദ്ര ചെയ്തു ആത്മാവെന്ന ഗ്യാരണ്ടറെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുക? തന്നുമിരിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ അച്ചാരമില്ലാതെ, ഈ മുദ്രയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നിത്യതയിലെത്താൻ പറ്റത്തില്ല. ഇനി ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മുദ്ര കിട്ടും. നെറ്റിമേലോ കൈമേലോ മുദ്രയില്ലാത്തവന് വിൽക്കുവാനോ വാങ്ങുവാനോ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. കേട്ടോ? നോയിക്കോണം. 2 മുദ്രയുണ്ട്. ഇതിലേതെങ്കിലും ഒരു മുദ്ര നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ മുദ്രയാണ് നിങ്ങൾ പ്രാപിക്കുന്നതെങ്കിൽ കർത്താവിനോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാഴാം. ഇനി അതിന് നിങ്ങൾ ആഗ്രഹമില്ലെങ്കിൽ അടുത്ത മുദ്ര ആഗ്രഹമില്ലാത്തവനും കൊടുക്കുന്ന ഒരു മുദ്രയാണ്. ഇത് ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ മുദ്ര. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മുദ്ര ഏറ്റാൽ മതി. പക്ഷേ അടുത്ത ഒരു മുദ്ര പുറകെ വരുന്നുണ്ട്. ഏതാ? ആ മുദ്ര നമ്മൾ പറയുക, കർത്താവ് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, വേണ്ടാന്ന് വെച്ചാൽ അപ്പോഴേ ഇയാൾ ഇതും കൊണ്ട് വരുന്നത് പറയാൻ പറ്റുമോ? വെച്ചാ പറ്റത്തില്ല. അവൻ പിടിച്ചു നിർത്തി മുദ്ര എന്ത് ചെയ്യും? അടുപ്പിക്കും. അപ്പൊ ഇതിൽ ഏത് മുദ്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? തീരുമാനിക്കുക. നമുക്ക് മടങ്ങി വരാം. എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ വായിച്ചത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ക്ഷമിക്കണം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പേ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേ ഈ 5-ാം അധ്യായം തുടങ്ങുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിപ്പി. അപ്പം ഈ ആ വാക്യം നിങ്ങൾ ഇഷ്ടപ്പെട്ടെ? എഫേസ്യൻ chapter 5 verse 1. Follow God's example, therefore, as dearly loved children. കേട്ടോ? Imitators of God as beloved children. ഏറ്റവും പ്രിയ മക്കൾ എന്ന പോലെ നമ്മൾ ആരെ അനുകരിക്കണം? ദൈവത്തെ അനുസരിക്കുകയും വേണം, അനുകരിക്കുകയും വേണം. ഇവിടെ പറയുന്നു, നിങ്ങൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. അടുത്തത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ നിങ്ങൾ സ്നേഹത്തിൽ നടപ്പി. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചു. ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. അതിനർത്ഥം തിരും. ശ്രദ്ധിച്ചേ, മരിച്ചു. യെസ്,
നോക്കിയേ, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഏതാ? ഏറ്റവും വലിയ സ്നേഹം ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാ? അമ്മയുടെ സ്നേഹം അല്ലെ? അതാണ് ഏറ്റവും വലിയ സ്നേഹം. പക്ഷേ ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ സ്നേഹമാണ് അഗാപ്പെ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ കൊടുത്ത് സ്നേഹിക്കുക. അതാരും എന്ത് ചെയ്യത്തില്ല, ചെയ്യത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. എങ്ങനെ? നമുക്ക് വേണ്ടി. നോക്കണേ, ഇവിടെ ഒരു വരയുണ്ടോ? ശ്രദ്ധിച്ചോണോ ഇങ്ങോട്ട്. ഇവിടെ ഒരു വരയുണ്ടോ? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. അടുത്തത്, എങ്ങനെ സ്നേഹിച്ചു? നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇസഹാക്ക് ദൈവസഭയ്ക്ക് നിഴലാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെത്താൻ ദൈവത്തിന്, തന്നെത്താൻ എന്ന് പറഞ്ഞാൽ ഹിംസൽഫ്, മറ്റൊരാളും കൈയും കാലും കെട്ടി തൂക്കിയെടുത്ത് കൊണ്ടുപോയി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ല. സ്വയമായിട്ട് അവരെന്ത് ചെയ്തു? അതിനു വേണ്ടി ഒരുക്കി. തെളിവ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, ഈ യേശു ശിഷ്യന്മാരും കൂടി ഒരു തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, ഇല്ലേ? ഏത് തോട്ടത്തിലാണ്? ഗത്സമന തോട്ടത്തിൽ. അവിടെ ചെന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഒരു കല്ലേറ് ദൂരം എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു കല്ലെടുത്ത് നമ്മൾ എറിഞ്ഞാൽ എത്ര ദൂരം പോകും, അത്രയും ദൂരത്തിൽ യേശു മുൻപോട്ട് ചെന്നിട്ട് കമന്ന് വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. തൊട്ടടുത്ത ലൈൻ പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ തീരട്ടെ, നടക്കട്ടെ. അപ്പം നോക്കിയേ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് ഇസഹാക്കിനെ യേശുക്ക് നിഴലായി വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് അബ്രഹാം എന്ത് ചെയ്തു? പോയി. നമുക്കറിയാം, അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാ. ഈ വേലക്കാരെ അവിടെ നിർത്തിയിട്ട് ദൂരെ നിന്ന് അബ്രഹാം ആ സ്ഥലം കണ്ടു, മോറിയ മല കണ്ടു, അല്ലെങ്കിൽ യാഗം കഴിക്കുന്ന സ്ഥലം കണ്ടു. കൂടെ വന്ന ജോലിക്കാരെയൊക്കെ അവിടെ നിർത്തിയിട്ട്, വേലക്കാരെ അവിടെ നിർത്തിയിട്ട് അബ്രഹാം പറഞ്ഞു, ഞാനും മകനും കൂടെ അവിടത്തോളം ചെന്ന് ഈ ആരാധന കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഇവർ രണ്ടുകൂടെ പോയി. ഈ പോകുന്ന വഴിക്ക് ഈ മോൻ അപ്പനോട് ചോദിച്ചു. എന്താ ചോദിച്ചേ? അപ്പ, യാഗത്തിന് വിറകുണ്ട്, നമ്മുടെ കയ്യില് കത്തിയുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ യാഗത്തിനുള്ള വസ്തു എന്ത് ചെയ്യും? അബ്രഹാം എന്നാ പറഞ്ഞേ? യഹോവ കരുതിക്കൊള്ളും. നോക്കിയേ, ഈ അബ്രഹാം പറഞ്ഞ വാക്കുകളെല്ലാം കണക്റ്റഡാ, ഇല്ലേ? ബാല്യക്കാരോട്, ജോലിക്കാരോടല്ല പറഞ്ഞേ. ആണോ? നിങ്ങളോട് നിൽക്കേ, ഞാനും മകനും കൂടെ അവിടത്തോളം ചെന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി വരാം. ഇനി മോൻ അപ്പനോട് എന്നാ ചോദിച്ചേ? യാഗത്തിനകത്ത് വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്. യാഗവസ്തു എന്ത് ചെയ്യും? അബ്രഹാം എന്നാ പറഞ്ഞു? യഹോവ കരുതിക്കൊള്ളും. നോക്കിയേ,
ഇവിടെ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാം, ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരാമെന്നാണോ പറഞ്ഞത്? അല്ല, ഞങ്ങൾ ആരാധന കഴിച്ച് എന്ത് ചെയ്യും, മടങ്ങി വരും. അപ്പൻ മോനോടും പറയുക, യഹോവ എന്ത് ചെയ്തോളും, കരുതിക്കൊള്ളും. ഇല്ലേ? പോട്ടെ. അവിടെ ചെന്നു യാഗപീഠമൊക്കെ പണിതു. അബ്രഹാം എന്ത് ചെയ്തു? മകനെ പിടിച്ച് കൈ കാലമൊക്കെ കെട്ടി. ഈ സാമാന്യ ആരോഗ്യമുള്ള ചെറുക്കനായിരുന്നു ആര്? ഇസ്ഹാക്ക്. അല്ലേ? എന്റെ ചിന്ത, ബൈബിൾ അത് എഴുതിയിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഇതുവരെ വായിച്ചിട്ട്, നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ട് പറയണം. അബ്രഹാം ഇസ്ഹാക്കിനോട് പറഞ്ഞു, മോനെ, ഞാന് ഈ ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ എന്ത് ചെയ്യണം, യാഗം കഴിക്കണം. എനിക്കത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്മാറാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിയേ, ഇത് അബ്രഹാം തീർച്ചയായിട്ടും എന്ത് ചെയ്ത് കാണും? അല്ല, ചുമ്മാ ഒരു ചെറുക്കനെ പിടിച്ച് കൈയും കാലും കെട്ടാൻ സംഭവിക്കും? അവൻ ചോദിക്കത്തില്ലേ? അപ്പൻ എന്തു കാണിക്കുന്നത്? എന്റെ കൈയും കാലും എന്തിനാ കെട്ടുന്നത്? അപ്പൻ ലക്ഷ്യം മുമ്പേ പറഞ്ഞ യഹോവ ഇരയെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തിനാ എന്റെ കൈയും കാലും കെട്ടുന്നത്? അതിനു മുമ്പേ അബ്രഹാം എന്ത് ചെയ്ത് കാണും? അബ്രഹാമിന്റെ സ്വഭാവം വെച്ച് ശാന്തമായിട്ട് മോനോട് എന്ത് ചെയ്ത് കാണും? പറഞ്ഞു കാണും. നിങ്ങൾ ചിന്തിച്ചേ, ഇസ്ഹാക്കിന് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? എന്തായാലും ഇസ്ഹാക്ക് ഒരു ഓട്ടം ഓടിയാൽ അബ്രഹാം ഒന്നും പുറകെ എന്ത് ചെയ്യത്തില്ല, ചെല്ലു. കാരണം അബ്രഹാം ഇപ്പൊ എത്ര വയസ്സുണ്ട്? 100 അതിമേലുണ്ട്. അബ്രഹാമിന് 113 വയസ്സുണ്ട്. മനസ്സിലായോ? കാരണം 114 വയസ്സുണ്ട് കുട്ടിക്കും. ഇവനിപ്പോ എത്ര വയസ്സുണ്ട്? 13 വയസ്സുണ്ട്. ആർക്ക്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഈ 14 വയസ്സുള്ള ചെറുക്കൻ്റെ ഓട്ടം ഓടിയാൽ 114 വയസ്സുള്ള അപ്പം പുറകെ എത്തുവച്ച എത്തത്തില്ല. ഇസ്ഹാക്കിന് വേണേ എന്ത് ചെയ്യാം, ഒരൊറ്റ ഓട്ടം ഓടാം. കാരണം ഇന്നത്തെ കൂട്ടത്തിൽ അതിങ്ങനെ തുറന്ന് വിശാലമായിട്ട് കിടക്കുക മല. ഒറ്റ ഓട്ടം താഴോട്ട് ഇറക്കത്തിനൊരു ഓട്ടം ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓടി വന്ന് ഈ വേലക്കാരെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് അവരെയെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യാം, അറിയിക്കാം, എന്നെ രക്ഷിക്കണം. അപ്പൻ എന്നെ നിങ്ങളെ ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുപോയി നിങ്ങളെ എന്നെ യാഗം കഴിക്കാനാ, കത്തി എടുത്തു എന്നെ കട്ട് ചെയ്യാനൊക്കെയുള്ള പരിപാടി ഇട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് എളുപ്പ സ്ഥലം വിട്ടേക്കാന്ന് പറഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാം. പക്ഷെ ഇസ്ഹാക്ക് എന്ത് ചെയ്തില്ല. കൈയും കാലും കെട്ടാനും ഒക്കെ നിന്നു കൊടുത്തു. ഇവരെ എടുത്ത് എന്ത് ചെയ്തു, ഈ യാഗപീഠത്തെ വെച്ചു. വെട്ടുവാനായി കത്തി എടുത്തപ്പോഴാണ് അബ്രഹാമെ ബാലന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് കേട്ടത്. നോക്കിക്കേ, ഇവിടെ തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി ക്രിസ്തു കൊടുത്തതുപോലെ ഇസഹാക്ക് എന്ത് ചെയ്തു? യാഗത്തിന് വേണ്ടി തന്നെത്താൻ എന്ത് ചെയ്തു? സമർപ്പിച്ചു കൊടുത്തു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഇസഹാക്കിനെ യേശു കർത്താവിന് നിഴലായിട്ട് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു. ഒരു വരയുണ്ട് ഇവിടെ. എങ്ങനെ സ്നേഹിച്ചു? നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നടപ്പേ. മനസ്സിലായോ? അടുത്തെന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സ്നേഹത്തിൽ നടപ്പേ. പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ നിന്റെ രീതിയിലുള്ള ഒന്നും എന്ത് ചെയ്യരുത്, വരരുത്. നിങ്ങൾ ഇനി അതിന്റെ ഞാൻ വേഗത്തിൽ നിർത്താൻ പോവുകയാണ്, സമയം തിരികെയാണല്ലോ. 4-ാം വാക്യം തുറന്ന് വായിച്ചേ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നുമരുത്. അടുത്തത് സ്തോത്രമത്രേ വേണ്ടത്. ഇനി അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, അവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. മതി, നോക്കിക്കേ, ആ വാക്യം കിട്ടോ?
ഇത് മലയാളത്തിൽ മനസ്സിലാകാത്തവര് ഇംഗ്ലീഷ് നോക്കിക്കോണം. ദുർനടപ്പുകാരൻ എന്താണ് ഇംഗ്ലീഷിലെ വാക്ക് വായിച്ചൊന്നും മനസ്സിലായല്ലോ. Immoral. കാരണം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. പോട്ടെ. അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല. ഇത് ചെറിയൊരു കുറച്ച് കാര്യം ഇവിടെ എഴുതിയിട്ടുള്ളൂ. വെളിപ്പാട് പുസ്തകം ഞാനിത് പറയാൻ ആഗ്രഹിക്കും. വെളിപ്പാട് പുസ്തകത്തിലോടൊക്കെ നമ്മൾ കയറിയാറുണ്ടല്ലോ. ദൈവരാജ്യത്തിന് അവകാശമില്ലാത്തൊരു കൊരിന്ത്യ ലേഖനത്തില്, ഈ വെളിപ്പാട് പുസ്തകത്തില്, എഫേസ് ലേഖനത്തിലൊക്കെ പൗലോസ് ഭയങ്കര ലിസ്റ്റാ കൊടുത്തേക്കുന്നത്. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനത്തിൽ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞ് കുറെ എന്ത് ചെയ്തു കൊടുത്തു. എന്നിട്ട് അതിന്റെ അവസാനത്തിൽ എന്താ എഴുതി വെച്ചത്? 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 21-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പൊ മുന്നമേ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. നിങ്ങൾ വായിച്ചു നോക്കിയേ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. അല്ല, അത് കർത്താവ് പറഞ്ഞതാണ്. അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒന്നുകൂടെ എടുത്തു പറയുക. ഈ നമുക്കറിയാം, ഈ കർത്താവ് ചില ഭാഗത്ത് ഇപ്പം യേശുവാർ പറഞ്ഞ പോലെ ആമേൻ ആമേൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അതിനർത്ഥം തന്നെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അതിന് ഇനി എന്തില്ല, വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം ആര് പറയുന്നത് ഇവിടെ? പൗലോസ് പറയുന്നത്. പൗലോസ് പറയും, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് എന്ത് ചെയ്യുക, പറയുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. ഈ എത്രണ്ണം ഉണ്ട്? ജഡത്തിന്റെ പ്രവർത്തികൾ എത്രണ്ണം ഉണ്ട്? 15 നമ്മൾ വായിച്ചിട്ടുള്ളത്. സകല വ്യക്തികൾ എവിടെ ചെല്ലണം? ദൈവരാജ്യത്തിൽ കടക്കണം. അതാ പൗലോസ് ഇവിടെ എടുത്തെടുത്ത് തന്റെ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പേ, എന്നാൽ ജഡത്തിന്റെ മോഹം നിങ്ങളിൽ എന്ത് ചെയ്യത്തില്ല, നിവർത്തിക്കത്തില്ല.